നീ മഹി പറയുന്നത് അനുസരിക്ക് രാഹുൽ. ഈ കാര്യത്തിൽ ഇല്ലമ്മേ. കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കും രാഹുൽ. മനസ്സിലാക്കി തന്നെയാ സംസാരിക്കുന്നത്. ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് സമ്മതം. പക്ഷേ അത് സെയിൽസിലല്ല. മാനേജർ പോസ്റ്റെങ്കിലും എനിക്ക് തരണം. ജുവലറിയിൽ മാനേജർ എന്ന് പറഞ്ഞ ഒരുപാട് ഉത്തരവാദിത്തമുള്ള പോസ്റ്റാ. അവിടെ എങ്ങനെയാ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത നിന്നെ നിയമിക്കുന്നത്? അവൻ കാര്യങ്ങള് മനസ്സിലാക്കി ചെയ്യുമായിരിക്കും മഹി. അതെങ്ങനെ ഉറപ്പിക്കും അമ്മേ? രാഹുലിന് മുമ്പ് ജുവലറി കാര്യങ്ങൾ നോക്കി ഒരു പരിചയമില്ലല്ലോ. കണ്ടോ, ഇതാണ് മഹിയേട്ടന് സ്ഥാപനത്തിലേക്ക് ഒരു സ്റ്റാഫിനെ എടുക്കുന്നതിന് പോലും 100 കാര്യങ്ങൾ ചിന്തിക്കണം. അയാൾക്ക് കാര്യപ്രാപ്തിയും എക്സ്പീരിയൻസും വേണം. വെറും ഒരു ജോലിക്കാരന് ഇത്രയൊക്കെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ എന്റെ ഭാര്യയായിട്ട് വരുന്ന ആൾക്ക് ഗുണഗണങ്ങൾ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അതോ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്ക് രാഹുലിന് മാത്രം ബാധകമാണോ? എല്ലാ അർത്ഥത്തിലും എന്റെ ജീവിതം നശിച്ചു. എല്ലാരും കൂടി നശിപ്പിച്ചു. രാഹുലേട്ട നിക്ക്, പോവല്ലേ. കഴിച്ചിട്ട് പോ രാഹുലേട്ട. മാറി നിക്കടി കൊണ്ട്. കരയാതെ രാജി, എല്ലാം ശരിയാവും. എല്ലാം എന്റെ മോന്റെ വിധി. അനുസരിക്കല്ലേ നിവൃത്തിയുള്ളൂ. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്ക് രാഹുലിന് മാത്രം ബാധകമാണോ? എല്ലാ അർത്ഥത്തിലും എന്റെ ജീവിതം നശിച്ചു. എല്ലാരും കൂടി നശിപ്പിച്ചു. രാഹുല് പിണങ്ങിയതില് മഹിക്ക് വിഷമമുണ്ടെന്ന് തോന്നുന്നു. ഈ അവസരം മാക്സിമം മുതലാക്കണം. മഹി, ആ അമ്മേ. മോനെന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അമ്മയോട് കള്ളം പറയണ്ട. നിന്റെ മുഖം മാറിയാൽ എനിക്കത് മനസ്സിലാവും. ഞാൻ രാഹുലിനെ കുറിച്ച് ഓർത്തതാ. അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊരു സംശയം. അങ്ങനെയൊന്നും അല്ല മോനെ. അവന് നിന്നെ വലിയ കാര്യമാ. നീ പറയുന്നത് അവന്റെ നന്മയ്ക്കാണെന്നും അറിയാം. പിന്നെ ഈ പ്രായത്തിലുള്ളൊരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാവുമല്ലോ മഹി. അതൊക്കെ അറിയാം. പക്ഷേ അവൻ പറയുന്ന പോലെ എങ്ങനെയാണ് തുടക്കത്തിൽ മാനേജർ പോസ്റ്റ് കൊടുക്കുന്നത്? മോനെ, രാഹുലിന്റെ കാര്യത്തിൽ എനിക്ക് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. അവന്റെ അച്ഛന്റെ മരണശേഷം ഞാൻ കൈലാസത്തിലേക്ക് വന്നതിൽ പിന്നെ വേണ്ട രീതിയിൽ രാഹുലിനെ ശ്രദ്ധിക്കാൻ എനിക്ക് സാധിച്ചില്ല. അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്റെ സമയവും സ്നേഹവും കൂടുതൽ തന്നത് നിനക്കാ. അന്നു മുതലേ രാഹുലിന് മനസ്സുകൊണ്ട് ചെറിയ വാശിയും പിണക്കവും എന്നോടുണ്ട്. അതെനിക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് രാഹുലിന്റെ സ്വന്തം കൂടപ്പുറത്ത് തന്നെയാണ്. അതെനിക്കറിയാം. ഏട്ടനാണെങ്കിലും അച്ഛന്റെ ഉത്തരവാദിത്വമാണ് നീ നിറവേറ്റുന്നെന്നും അറിയാം. പക്ഷേ മോനെ, ഇന്നവൻ ഒരു ഭർത്താവാണ്. ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവുമെന്ന് നിനക്കും അറിയാവല്ലോ. ഇവിടെയുള്ള എല്ലാ സ്വത്തിനും എന്നെപ്പോലെ തന്നെ അവകാശിയാണ് രാഹുലും. അതെ, പക്ഷേ അത്യാവശ്യത്തിന് പണത്തിന് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നത് കുറച്ചിലല്ലേ മോനെ?
രാജിയുടെ കുടുംബത്തിന് എന്തെങ്കിലും സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ അവന് അങ്ങനെ ഒരു സമാധാനം ഉണ്ടായേനെ. ഇത് അവർക്കും നിവൃത്തിയില്ല. അങ്ങനെ വരുമ്പോ എങ്ങനെയാ മഹി രാഹുലിന് രാജിയെ സ്നേഹിക്കാനും അവളും ഒത്തൊരു കുടുംബജീവിതം നടത്താനും സാധിക്കുന്നത്? അതെന്താ അമ്മേ, പണമാണോ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം? അങ്ങനെയല്ല മോനെ. നിനക്കറിയാലോ, രാഹുലിനെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് വളരെ വലിയ ബന്ധമാണ്. ആ വിവാഹം നടന്നിരുന്നെങ്കിൽ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എത്ര മുകളിലായിരുന്നേനെ. എനിക്ക് തോന്നുന്നത് രാഹുലും രാജിയും തമ്മിലുള്ള ദാമ്പത്യം നന്നായി പോകുന്നതിന് അവനൊരു നല്ല ജോലിയും വരുമാനവും അത്യാവശ്യം തന്നെയാ. എനിക്ക് മനസ്സിലായി. രാജിയും രാഹുലും സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനും കൂടി വേണ്ടിയാ ജ്വല്ലറിയിൽ ജോലിക്ക് വരാൻ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് അംഗീകരിക്കാൻ അവൻ തയ്യാറല്ല. നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവും. പക്ഷേ രാഹുലിന് അത്രയ്ക്ക് തിരിച്ചറിവില്ല. അത് എന്റെയും കൂടി കുഴപ്പം കൊണ്ടാ. അവന്റെ മാനസികാവസ്ഥ വെച്ച് സ്വന്തം സ്ഥാപനത്തിൽ ചെറിയ ജോലി ചെയ്യുന്നത് കുറച്ചിലായി തോന്നുന്നുണ്ടാവും. അത് രാഹുലിന്റെ അറിവില്ലായ്മ കൊണ്ടാ. പക്ഷേ കാര്യപ്രാപ്തിയുള്ള മഹി വേണം അവനെ മനസ്സിലാക്കാൻ. നമുക്ക് വേണ്ടത് അവന്റെ നല്ലൊരു ജീവിതം കാണുക എന്നതല്ലേ. ഈ അമ്മയ്ക്ക് സന്തോഷം തരുന്നത് എന്റെ മോൻ ചെയ്യൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. മഹേട്ടൻ ഉറങ്ങുന്നില്ലേ? ഞാൻ മഹേട്ടനോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. എന്താ ഗംഗേ? രാഹുലേട്ടന്റെ കാര്യത്തില് മഹേട്ടൻ എന്താ തീരുമാനിച്ചത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ പറയുന്നത് കൊണ്ട് മഹേട്ടന് ദേഷ്യം തോന്നരുത്. നീ കാര്യം പറ ഗംഗേ. മഹേട്ടാ, രാജി ഒരു പാവ. അവളെ വേദനിപ്പിക്കാൻ പാടില്ല. അതിന് നമ്മളായിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. അതെ, പക്ഷേ രാഹുൽ രാജി അവഗണിക്കുന്നതിന് കാരണം ജോലിയാണെങ്കിൽ അത് മഹേട്ടൻ ശരിയാക്കി കൊടുക്കണം. അതിന് ജോലിക്ക് വന്നോളാം ഞാൻ രാഹുലിനോട് പറഞ്ഞതല്ലേ. അതെ, പക്ഷേ രാഹുലേട്ടൻ ആഗ്രഹിക്കുന്നത് അതല്ലെന്നല്ലേ പറയുന്നത്. രാജിക്കും രാഹുലേട്ടനും നല്ലൊരു ദാമ്പത്യം ഉണ്ടാവണം. അതിന് രാഹുലേട്ടൻ ആഗ്രഹിച്ച ജോലിയാണ് വേണ്ടതെങ്കിൽ മഹേട്ടൻ അത് ശരിയാക്കി കൊടുക്കണം. നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത് ഗംഗ? ജ്വല്ലറിയിലെ മാനേജർ പോസ്റ്റ് വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാ. അതിന് എക്സ്പീരിയൻസ് വേണം. ഒന്നും അറിയാത്ത രാഹുലിന് ഇത്രയും വലിയൊരു പോസ്റ്റ് എങ്ങനെ വിശ്വസിച്ചേൽപ്പിക്കും? അത് ശരിയായിരിക്കാം, പക്ഷെ നമുക്ക് വേണ്ടത് അവരുടെ നല്ല ജീവിതമല്ലേ. പിന്നെ ജ്വല്ലറിയിലെ രാഹുലേട്ടൻ മാത്രമല്ലല്ലോ, മറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും മഹേട്ടനൊക്കെ ഇല്ലേ. പിന്നെന്തിനാ പേടിക്കുന്നത്? അതെ, പക്ഷേ മഹേട്ടനെതിരെ പറയരുത്. എന്റെ വാക്കുകൾ കൂടി വിശ്വസിച്ച രാജു കൈലാസത്തിലേക്ക് വന്നത്. ആത്മഹത്യയുടെ വക്കത്തുനിന്ന് ഞാൻ അവളെ കൊണ്ടുവന്നത് മറ്റൊരു ദുരന്തത്തിലേക്ക് ആവരുത്. അതിന് മഹേട്ടൻ എന്നെ സഹായിക്കണം. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗംഗയ്ക്കറിയാമല്ലോ, ഈ സ്ഥാപനങ്ങളൊക്കെ ഇന്നത്തെ ഈ നിലയിലായതിന് പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കാര്യത്തിലും ഒരു കുറവും വരാതെ മുന്നോട്ട് ഉയരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതൊക്കെ അങ്ങനെയും നടക്കും. മഹേട്ടനുള്ളിടത്തോളം നമ്മുടെ സ്ഥാപനങ്ങൾ മുന്നോട്ട് ഉയരുകയുള്ളൂ. അതെനിക്ക് ഉറപ്പാ. നിങ്ങളുടെ എല്ലാ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നീ പറഞ്ഞതുപോലെ അമ്മ എന്നോട് സംസാരിച്ചു. രാഹുലിനെ മാനേജറാക്കണമെന്ന് അമ്മ തുറന്നു പറഞ്ഞില്ലെങ്കിലും ആ മനസ്സ് ആഗ്രഹിക്കുന്നതും അതാണെന്ന് എനിക്കറിയാം. സ്വന്തം മകനേക്കാൾ എന്നെ സ്നേഹിച്ച് വളർത്തിയ എൻ്റെ അമ്മയുടെ മനസ്സ്
ഞാനായിട്ട് വേദനിപ്പിക്കില്ല. രാഹുലിന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണമെങ്കിലും അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് മതി മഹേട്ടാ. മഹേട്ടൻ സമ്മതിക്കുന്ന എനിക്കറിയായിരുന്നു. മതി അമ്മേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഈയിടെയായിട്ട് നിനക്ക് ഭക്ഷണ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. ഇത് മുഴുവൻ കഴിക്കണം. രാഹുലിന്റെ പിണക്കം മാറിയില്ലേ? എനിക്ക് ആരോടൊരു പിണക്കവുമില്ല. എന്റെ മോൻ കണ്ട എനിക്ക് മനസ്സിലാവും. നീ അതൊന്നും കാര്യാക്കണ്ട മഹി. രാഹുലിന്റെ നന്മയ്ക്ക് മാത്രമേ നീ എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം. രാഹുൽ, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നമ്മുടെ ജ്വല്ലറിയിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും മാനേജറായിട്ട് ജോയിൻ ചെയ്യാം. സത്യമാണോ ഏട്ടൻ പറയുന്നത്? അതെ, നീ ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യേ. ബാക്കി കാര്യങ്ങൾ ഞാൻ കൂടെ നോക്കാം. ആ ശരി ഏട്ടാ. മഹി ഏട്ടന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ഭംഗിയായിട്ട് നോക്കാൻ കഴിയുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ രാഹുൽ, മഹി നിന്റെ നന്മ മാത്രമേ ആഗ്രഹിക്കൂ. ഏട്ടാ, ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ സങ്കടത്തിലും ദേഷ്യത്തിലും ഞാൻ മഹിയേട്ടനോട് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഏയ്, അതൊന്നും സാരമില്ല. നീ എൻ്റെ സ്വന്തം അനുജനാ. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇനി നീ രാജീവ് ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത്. ഇല്ല, ഒരുപാട് തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇനി ഞാൻ തിരുത്തും. ഇപ്പൊ സന്തോഷായില്ലേ? ഒരുപാട് സന്തോഷമായി ചേച്ചി. കഴിഞ്ഞതൊക്കെ മറന്ന് രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കണം. ശരി മഹിയേട്ടാ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താവശ്യത്തിനും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. നിന്റെ ഈ നല്ല മനസ്സ് കാണുമ്പോ അമ്മയ്ക്ക് അഭിമാനവും സന്തോഷവും എല്ലാം തോന്നുന്നുണ്ട് മോനെ. എന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അത് അമ്മ എന്നെ വളർത്തിയതിൻ്റെയും കൂടി. എനിക്ക് എല്ലാ സ്നേഹവും കരുതലും നിന്ന അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാഹുലിന്റെ കാര്യത്തിൽ അമ്മ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഇതാ ഞാൻ പറഞ്ഞത്, എന്റെ മനസ്സ് കാണാൻ നിനക്ക് മാത്രമേ സാധിക്കൂ മഹി. ഈശ്വരൻ എനിക്ക് തന്ന നിധിയാണ് നീ. അല്ലമ്മേ, ഇതുപോലൊരു അമ്മയെ കിട്ടിയ ഞാനാ ഭാഗ്യവാൻ. കണ്ടു രാഹുൽ, ഇതാ എന്റെ മഹി. ഇനി നീ വേണം മഹിക്ക് വിഷമങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കാൻ. ജ്വല്ലറിയിലെ കാര്യമായാലും വീട്ടിലെ കാര്യമായാലും മഹി പറയുന്നത് പോലെ വേണം നീ അനുസരിക്കാൻ. ശരിയമ്മേ, ഏട്ടൻ പറയുന്ന പോലെ ഞാൻ അനുസരിച്ചോളാം. രാഹുലും രാജിയും സന്തോഷമായും സമാധാനായും പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കി ജീവിക്കണം. അതാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അല്ലേ മഹേട്ടാ? അതെ, ഈ കൈലാസത്തിൽ ഒരു പെൺകുട്ടിയുടെയും കണ്ണുനീര് വീഴാൻ പാടില്ല. എനിക്ക് മനസ്സിലായി. ഏട്ടനെ വേദനിപ്പിക്കുന്നതൊന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഇപ്പൊ സമാധാനായില്ലേ? ആയി ചേച്ചി, മനസ്സിന് ഒരുപാട് സന്തോഷമായി. നമ്മുടെ പ്ലാനിന്റെ പകുതിയോളം നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. ഇത് മതിയമ്മേ, ബാക്കി ഞാൻ ഏറ്റു. ഇന്ന് തന്നെ ഞാൻ ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യുക. സൂക്ഷിക്കണം, നമ്മുടെ പ്ലാൻ ആരും അറിയരുത്. ശ്രേയയും ഹൈമവതി പോലും അറിയരുത്. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് അവർ നമുക്കൊപ്പം നിൽക്കുന്നത്. പിന്നെ ഇത്രയും നാളും അവർ വിചാരിച്ച പോലെ ഒന്നും നടക്കാത്തതിന്റെ ഫ്രസ്ട്രേഷനും ഉണ്ട്.
അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നതിൽ അസൂയുണ്ടാവും. മനസ്സിലായി. അവരാരും ഞാൻ പറഞ്ഞു ഒന്നും അറിയില്ല, അതുറപ്പാ. പിന്നെ രാജിയെ സൂക്ഷിക്കണം. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അവൾ ഉടനെ ഗംഗയെ അറിയിക്കും. ഗംഗയെ അറിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോവാൻ. അവൾ അറിയാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഒരുപാട് നാൾ ഞാൻ കണ്ട സ്വപ്നമാണ് നമ്മുടെ കയ്യെത്തും ദൂരത്ത് എത്തി നിൽക്കുന്നത്. മറ്റു വഴികൾ അടയുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു വഴി നോക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. പരാജയപ്പെട്ടാൽ പിന്നെ നമുക്ക് നിലനിൽപ്പില്ല. ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട. ഞാൻ വളരെ ശ്രദ്ധിച്ചേ മുന്നോട്ട് പോവൂ. അമ്മേ, എല്ലാം നമ്മുടെ കയ്യിലാകുന്നത് വരെ ആരും ഒന്നും അറിയാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ഞാൻ പോകാൻ റെഡി ആവട്ടെ. ആദ്യ ദിവസം തന്നെ ലേറ്റ് ആവാതെ ചെല്ലാം. നീ റെഡിയായിക്കോ. പിന്നെ അവിടെ എല്ലാവരോടും വളരെ സ്നേഹത്തിൽ പെരുമാറണം. നിന്റെ ആത്മാർത്ഥതയും ചുറുചുറുക്കും കണ്ട് എല്ലാവരും നിന്നെക്കുറിച്ച് മഹിയോട് നല്ലത് മാത്രം പറയണം. ഇത്രയും നാളും നിന്നെ അപ്പോയിന്റ് ചെയ്യാതിരുന്നതിൽ അവന് വിഷമം തോന്നണം. എല്ലാവരുടെയും സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റാൻ സാധിച്ചാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. അറിയാതെ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാലും അത് മറക്കാൻ എല്ലാവരും തയ്യാറാവും. എന്ന് കരുതി ഓവറായി തോന്നുകയും ചെയ്യരുത്. നമ്മൾ കരുതുന്നതിലും ബുദ്ധിമാനാണ് മഹി. അവന്റെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടായാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. എല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാമേ. ഈ പ്ലാനെങ്കിലും ഒന്ന് വർക്കൗട്ടായി കിട്ടിയാൽ മതിയായിരുന്നു. വർക്കൗട്ട് ആവൂ അമ്മേ. അമ്മ ടെൻഷൻ ആവണ്ട. അമ്മയ്ക്ക് വിഷമിക്കേണ്ടിയും വരില്ല. എന്റെ വിഷമങ്ങളെ കുറിച്ചൊന്നും നീ മനസ്സിലാക്കിയിട്ടില്ല രാഹുൽ. നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നെ നീ ഈ രീതിയിൽ ചതിക്കില്ലായിരുന്നു. ചതിയോ? ഞാൻ എപ്പോഴാ അമ്മയെ ചതിച്ചത്? ഇത്ര പെട്ടെന്ന് നീ അത് മറന്നുപോയോ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ മകളുമായിട്ട് നിന്റെ കല്യാണം നടത്താനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. അത് നിന്റെ സൽപ്രവൃത്തി കാരണം മുടങ്ങിക്കിട്ടിയല്ലോ. ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലാൻ നടപ്പിലാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഐ മീൻ, നാശമുണ്ട്. പക്ഷേ അത് മഹിയുടെ നാശം കാണാൻ വേണ്ടി മാത്രമായിട്ട് ലക്ഷ്യം വെച്ചാകേണ്ടതായിരുന്നു. ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇപ്പൊ മഹിക്കൊപ്പമോ അല്ലെങ്കിൽ അവന് മുകളിലോ ആയിരുന്നേനെ നമ്മുടെ സ്ഥാനം. അത്രയ്ക്ക് ആസ്തിയുള്ളവരായിരുന്നു അവര്. അതെല്ലാം നിന്ന നിൽപ്പിൽ ഒറ്റ നിമിഷം കൊണ്ട് കൺമുമ്പിൽ തകർന്നടിയുന്നത് കണ്ട ആർക്ക വിഷമം ഉണ്ടാകാത്തത്? ആർക്ക സഹിക്കാൻ കഴിയ? ആ നിമിഷം മരിച്ചു പോയെങ്കിലോ എന്ന് വരെ ഞാൻ ആശിച്ചതാ. ഒരമ്മയുടെ മുന്നിൽ ഒരു മകൻ ഒരു പെണ്ണിന്റെ ജീവിതം ഇല്ലാതാക്കിയ കുറ്റത്തിന്റെ പേരിൽ ഒന്നും മിണ്ടാനാവാതെ നിൽക്കുന്നത് ഒരമ്മയെ സഹിക്കില്ല. നിനക്ക് അബദ്ധം പറ്റിയിരുന്നെങ്കിൽ നിനക്കുള്ള കൊന്നുകളയായിരുന്നല്ലോ. അന്തസ്സോടെ നിന്നെ ഞാൻ ആ കേസിൽ നൂരിയെടുത്തേനെ. പക്ഷേ നിനക്ക് അതിനും കഴിഞ്ഞില്ല. ഒരു ഗതിയും പരഗതിയില്ലാത്തൊരു പെണ്ണിനെ ഒറ്റ നിമിഷം കൊണ്ട് നിനക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ എല്ലാ പ്രതീക്ഷകളും ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു. അമ്മ, ഞാൻ പറ്റിപ്പോയി. ഇനി അതൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേ. എനിക്കും ആ സംഭവിച്ചൊരു വിഷമമുണ്ട്. ഇനിയും ഇതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ അമ്മേ. ശരി, ഞാനൊന്നും പറയുന്നില്ല. നീ പെട്ടെന്ന് റെഡിയായി പോവാൻ നോക്ക്. ജോയിട്ടാ, ഇത് രാഹുൽ. രാഹുലാണ് ഇനി മുതൽ നമ്മുടെ ഷോപ്പിന്റെ മാനേജർ. കടയുടെ രീതികളെല്ലാം നമ്മുടെ ജോയിച്ചേട്ടൻ പറഞ്ഞു തരും. നമ്മുടെ സീനിയർ സ്റ്റാഫാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ചേട്ടനോട് ചോദിച്ചാൽ മതി. ശരി. ചേട്ടാ, എല്ലാ ഡീറ്റെയിൽസും രാഹുലിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ വർക്ക്ഷോപ്പ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. ശരി സാർ. രാഹുലിന് കുറച്ച് എക്സ്പീരിയൻസിന് കുറവുണ്ട്. എല്ലാം ഒന്ന് നോക്കി പറഞ്ഞു കൊടുക്കണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. രാഹുൽ സാർ വരും. ചെല്ലാം. രാഹുലേട്ടന് ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കി ചെയ്യാൻ സാധിക്കുമായിരിക്കും അല്ലേ ചേച്ചി? അതിലെന്താ സംശയം? പിന്നെ മഹേട്ടൻ അവിടെ തന്നെയല്ലേ?
അതുകൊണ്ട് നീ പേടിക്കണ്ട. അതല്ല ചേച്ചി, എനിക്കൊരു സമാധാനവും ഇല്ല. രാഹുലേട്ടനെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നൊന്നും അറിയില്ലല്ലോ. എന്ത് പ്രശ്നം? നീ വെറുതെ ആലോചിച്ചു കൂട്ടാതെ രാജി. മഹേട്ടന ആദ്യം പറഞ്ഞത് ഗംഗേച്ചൻ കേട്ടതല്ലേ? ജ്വല്ലറിയിലെ മാനേജർ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള പോസ്റ്റല്ലേ? രാഹുലേട്ടനാണെങ്കിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. അതൊക്കെ ശരിയാ. പക്ഷേ രാഹുലേട്ടന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ മഹേട്ടനും മറ്റു സ്റ്റാഫുകളും എല്ലാം ഉണ്ട്. നീ വിഷമിക്കണ്ട, രാഹുലേട്ടൻ മാറും. ഇപ്പോ ജോലിക്ക് പോകണമെന്ന ചിന്ത വന്നത് നല്ല ലക്ഷണം. ചേച്ചിയുടെ വാക്ക് കേൾക്കുമ്പോ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടുന്ന ഒരു തോന്നൽ. എല്ലാം ശരിയാവും. ശ്രീ മഹേശ്വരൻ എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ടിരിക്കും. രാഹുലേട്ടനും നീയും ഒരുമിച്ച് സന്തോഷത്തോടെ ഈ കൈലാസത്തിൽ കഴിയും. ചേച്ചിയുടെ നാവ് പൊന്നാവട്ടെ. ഗംഗേച്ചിക്ക് അറിയാലോ, രാഹുലേട്ടൻ എന്റെ ജീവനാ. രാഹുലേട്ടന്റെ ഭാഗത്തുനിന്ന് സ്നേഹത്തോടെ ഒരു നോട്ടം മാത്രം മതി എന്നെ സന്തോഷിപ്പിക്കാൻ. എനിക്കറിയാം, രാഹുലേട്ടൻ നല്ലവനാ. രാഹുലേട്ടന്റെ ഉള്ളിൽ നന്മയുണ്ട്.